ഹായ് എവരിവൺ. അപ്പോൾ നമുക്ക് നമ്മുടെ പോസ്റ്റർ ഡിസൈനിങ് ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ മലയാളം ഫോണ്ട് ക്യാൻവയിൽ കൊണ്ടുവരുന്ന രീതിയാണ് പറയുന്നത് കേട്ടോ. ഫ്രീ ആയിട്ട് എങ്ങനെയാണ് മലയാളം ഫോണ്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ക്ലാസ് ഒന്ന് ശ്രദ്ധിച്ചു കാണാം. ഈ ഒരു ലിങ്ക് നമ്മൾ ആദ്യ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് നമുക്ക് മലയാളം ഫോണ്ടിലേക്ക് നമ്മൾ പോകുന്നത്. ഇത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൻ്റെ സൈസിലുള്ളൊരു പേജാണ് കേട്ടോ. ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു എഡിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു പേജിലേക്കായിരിക്കും പോകാം. അതിൽ ഈ കാണുന്ന 3 ഡോട്ട് ക്ലിക്ക് ചെയ്താൽ മേക്ക് എ കോപ്പി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ പോകും. നമ്മൾ സാധാ ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക അതുപോലത്തെ ഒരു പേജിലേക്ക്, ഇതുപോലുള്ളൊരു പേജിലേക്കാണ് പോവുക. ഓക്കെ, അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം? ഇതിലിപ്പോൾ നമുക്ക് ഒരു 9 പേജസോളം വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മളത് ചെറുതാക്കാമെന്ന് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇത് നമ്മുടെ ഫസ്റ്റ് ഒരു വിരൽ, അത് 2 വിരൽ യൂസ് ചെയ്യുക. എന്നിട്ട് അത് ഒന്ന് അടിയിലേക്ക് ഒന്ന് താഴത്തേക്ക് ഒന്ന് ഇങ്ങനെ നീക്കി കൊടുക്കുമ്പോൾ നമ്മുടെ 2 വിരലുകൾ സെൻറ്റർ ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിങ്ങനെ അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പേജുകൾ കാണാൻ പറ്റുന്ന രീതിയിലേക്ക് പോകും. ഓക്കെ, ഇപ്പം ഇവിടെ കാണുന്ന ആദ്യത്തെ 3 പേജുകൾ അത് യൂണിക്കോഡ് ഫോണ്ടുകളാണ്. അതായത് ഇംഗ്ലീഷും മലയാളം അതിൽ കൊണ്ടുവരാൻ പറ്റും. ബാക്കി കാണുന്ന ഈ പേജുകൾ വരുന്നത് FML ഫോണ്ടുകളാണ്. അത് മലയാളത്തിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അത് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ഈ ബാക്കിയുള്ളത് FML ഫോണ്ടുകളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഒരു പേജ് ഇവിടെ ഓപ്പൺ ചെയ്യാം. ഞാൻ ഈ പ്ലസ്സിൽ പോയിട്ട് ഒരു പേജ് ഓപ്പൺ ചെയ്യണം. എന്നിട്ട് ഞാനൊരു പേജ് എടുത്തിട്ട് അതിലേക്ക് അപ്ലോഡിൽ പോയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ജസ്റ്റ് ഒന്ന് കൊണ്ടുവരികയാണ്. എന്നിട്ട് ടെക്സ്റ്റിൽ പോയിട്ട് ആഡ് എ ടെക്സ്റ്റ് ബോക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരുന്നു. എന്നിട്ട് ഞാനിവിടെ റമളാൻ എന്ന് മലയാളത്തിൽ, നമ്മുടെ മലയാളം സാധാരണ നമ്മുടെ മംഗ്ലീഷിൽ നമ്മുടെ കീബോർഡിൽ എഴുതി കൊടുക്കുന്നു. എന്നിട്ട് നേരെ പോകേണ്ടത് ടെക്സ്റ്റ് സ്റ്റൈലിലാണ്. എവിടെയാണ് പോകേണ്ടത്? ഫോണ്ടിലല്ല, ടെക്സ്റ്റ് സ്റ്റൈലിലാണ് പോകേണ്ടത്. അവിടെ സി ഓൾ എന്ന ഓപ്ഷനിൽ കൊടുത്താൽ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന എല്ലാ ഫോണ്ടുകളും മലയാളം, അതുപോലെ സബ് ഹെഡിങ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള എല്ലാ ഫോണ്ടുകളും ഇവിടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇതിൽ നമുക്ക് 2 തരത്തിൽ കാണാൻ പറ്റും. ഒന്ന് മലയാളത്തിൽ, ഒന്ന് ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ. ആ ഹെഡിങ് എന്ന് പറയുന്നതൊക്കെ യൂണിക്കോഡാണ്, യൂണിക്കോഡ് ടെക്സ്റ്റുകളാണ്. അത് നമുക്ക് മലയാളത്തിലും മാറ്റാൻ പറ്റും. അതേപോലെ നമ്മളിപ്പോൾ മംഗ്ലീഷിൽ എഴുത്ത് കൊണ്ടുവന്നിട്ട് അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂണിക്കോഡ് ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ ഇംഗ്ലീഷിൽ എഴുതിയത് മാറ്റാൻ പറ്റും. ഞാൻ ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയത് മാറ്റി കൊടുക്കുകയാണ്. ഞാനത് നേരെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നു, FML ഫോണ്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് വേറെ എന്തോ ടെക്സ്റ്റ് ആയിട്ട് മാറി. ഇപ്പോൾ ഹെഡിങ്ങിലേക്ക് തന്നെ മാറ്റിയപ്പം അത് സാധാ റമളാൻ എന്നുള്ള ആ ഒരു ഡിസൈനിൽ തന്നെ വന്നു. അപ്പോൾ ഞാൻ വീണ്ടും മലയാളത്തിലേക്ക് മാറ്റിയപ്പോൾ അത് എന്തോ നമുക്ക് വായിക്കാൻ പറ്റാത്ത എന്തോ ഒരു വേർഡായിട്ട് മാറി. ഇപ്പോൾ സബ് ഹെഡിങ്ങിലേക്ക് മാറ്റി കൊടുക്കുമ്പോൾ വീണ്ടും അത് റമളാൻ എന്ന് ഇംഗ്ലീഷ് വേർഡിലേക്ക് തന്നെ മാറിയില്ലേ. അങ്ങനെയാണ് യൂണിക്കോഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്. ഇപ്പോൾ ഞാൻ FML കൊണ്ടുവന്നപ്പോൾ അത് റെഡി ആയില്ല. ഇനിയിപ്പോൾ നേരെ നമുക്ക് FML ആണ് വേണ്ടത്, FML ടെക്സ്റ്റ് ഡിസൈനാണ്, ഇത് FML ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ നമ്മൾ പഠിപ്പിച്ച ആ ഒരു ടോപ്പിക്കിലേക്ക് തന്നെ പോകും. കുറ്റി പെൻസിൽ എന്ന ആ ടോപ്പിക്കിലേക്ക് പോകട്ടാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? റമളാൻ എന്നതിനൊന്ന് കോപ്പി എടുത്തിട്ട് റമളാൻ കരീം എന്നുള്ളതിൻ്റെ ആ ഒരു ഇത് കൊടുത്തു. എന്നിട്ട് അത് ഞാൻ മലയാളം ഫോണ്ട്, എനിക്ക് FML ഫോണ്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ നേരെ ആ മലയാളത്തിലുള്ള ഫോണ്ടുകളൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കി. പക്ഷേ അതൊന്നും എനിക്ക് ആ ഒരു വാക്ക് കിട്ടില്ല. അപ്പോൾ നേരെ ഞാൻ കുറ്റി പെൻസിലിൽ പോയിട്ട് അത് ഞാൻ ഈ കാണിക്കുന്നില്ല, ഞാൻ അവിടെ കോഡ് എടുത്തു. കുറ്റി പെൻസിൽ പോയിട്ട് കോഡ് എടുക്കാൻ എല്ലാവർക്കും അറിയില്ല, നമ്മൾ കൺവേർട്ട് കൊടുക്കും. നമുക്ക് എന്താണ് വേണ്ടതെന്ന് ടൈപ്പ് ചെയ്തിട്ട് കൺവേർട്ട് കൊടുക്കും. എന്നിട്ട് ആ കോഡ് ഞാനിവിടെ വന്നിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നേരെ അത് കരീം എന്നുള്ള ഓപ്ഷനിലേക്ക് വന്നു. ഇനി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ പോയിട്ട് അത് എനിക്ക് FML ഫോണ്ടിലേക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അതൊക്കെ അപ്പോൾ നല്ല ആ ഒരു ഡിസൈനുകൾ അതിൽ വരും. ഇനി നേരെ മറിച്ച് ഇതേ വേർഡിനെ ഞാൻ സബ് ഹെഡിങ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇംഗ്ലീഷിലേക്ക് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ എനിക്ക് എന്താ വരികയെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ഈ ഹെഡിങ് എന്നുള്ള ഓപ്ഷനിലേക്ക് കൊടുക്കുമ്പോൾ കേട്ടോ അതൊരു കോഡും പോലെ തന്നെ ആയി, അത് പഴയ പോലെ തന്നെ ആയി, അത് മലയാളത്തിലേക്ക് വരില്ല. അപ്പം ഇതിൽ പ്രത്യേകിച്ച് എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ യൂണിക്കോഡ് ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത് നമുക്ക് മലയാളവും ഇംഗ്ലീഷും കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരു ഡിസൈൻ, യൂണിക്കോഡിൻ്റെ ഒരു ഡിസൈൻ നമ്മൾ കണ്ട് ഇതെനിക്കിഷ്ടമായി എന്ന് തോന്നുമ്പോൾ നമുക്ക് അതിലേക്ക് മലയാളം കൊണ്ടുവരണം ആ ഒരു ഫോണ്ടിലേക്ക്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മംഗ്ലീഷ് യൂസ് ചെയ്തിട്ട് മലയാളം എഴുതിയിട്ട് അതിനെ നമുക്ക് ആ ഡിസൈനിലേക്ക് മാറ്റാം. അതുപോലെ ഇംഗ്ലീഷിനെ നമുക്ക് മാറ്റാം. അതാണ് യൂണിക്കോഡ് ടെക്സ്റ്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ ഇംഗ്ലീഷിൽ കൊണ്ടുവന്നിട്ടുള്ള ടെക്സ്റ്റുകളാണ്. നമ്മുടെ ഇപ്പോൾ ഓപ്പൺ ആക്കിയ സാധനത്തിൽ ഇംഗ്ലീഷിൽ കാണുന്ന എല്ലാ ടെക്സ്റ്റുകളും യൂണിക്കോഡാണ്. അത് നമുക്ക് മംഗ്ലീഷ് ടെക്സ്റ്റിലേക്കും മാറ്റാൻ പറ്റും, ഇംഗ്ലീഷ് ടെക്സ്റ്റിലേക്കും മാറ്റാൻ പറ്റും. ഇനി അതേപോലെ എന്താണ് FML എന്ന് പറയുന്നത്? നമുക്ക് മലയാളം മാത്രമേ ആ ഒരു ഡിസൈനിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ട് കുറ്റി പെൻസിൽ യൂസ് ചെയ്യണം. ഇതാണ് കേട്ടോ. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക, ഗ്രൂപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്.
ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഡൗൺലോഡ് എന്ന ഓപ്ഷനിൽ പോയിട്ട് ഇവിടെ ഈ പേജസ് എന്നുള്ള ഓപ്ഷനിൽ കാണാൻ പറ്റും 1 to 10 പേജുകൾ ഇവിടെ ഉണ്ട് നമ്മൾ മലയാളത്തിൻ്റെ ഫോണ്ടിൽ. അതിൽ നമ്മൾ സെലക്ട് ഓൾ കൊടുത്തിട്ട് ഈ 10ാമത്തെ പേജ് മാത്രം സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ. ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോഴാണ് ആ ഒരു പേജ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, മറ്റുള്ളൊന്നും വേണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ.